നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്പിളി ചേച്ചി, ഞാൻ ഇറങ്ങാം കേട്ടോ. അയ്യോ, ശബരി പോവാണോ? എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റാത്തോണ്ടാ ശബരി അങ്ങോട്ട് വരാത്തത്. നീ വന്നിട്ട് നല്ലൊരു ആഹാരം ഉണ്ടാക്കി തരാൻ പോലും പറ്റിയില്ലല്ലോ. അതൊന്നും സാരമില്ല ചേച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന അമ്പിളി ചേച്ചിയെ സമ്മതിക്കണം. എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ ശബരി, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അവസാനം അവരെ എനിക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായി. ചേച്ചിയും രഘുവേട്ടനും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പണക്കുണ്ടെന്ന് മനസ്സിലായി. അതിങ്ങനെ വലിച്ചു നീട്ടണ്ട ചേച്ചി. രഘുവേട്ടനൊരു പാവ, പുറത്തുള്ള ഗൗരവം മാത്രമേ ഉള്ളൂ. ഉള്ളുകൊണ്ട് ആളൊരു ശുദ്ധനാ. ആ, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന ശബരി കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അതങ്ങ് വിട്. അല്ല, ദേക്കിപ്പോ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊന്നും അമ്പിളി ചേച്ചിയോട് പറയാനും കൂടിയാ ഞാൻ ചേച്ചി അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. വീട്ടിൽ വെച്ച് 2-3 തവണ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവള് സമ്മതിക്കുന്നുമില്ല. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കിയോ? അതൊന്നും അല്ലെന്നാ ദയ പറയുന്നത്. അവൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിലല്ലേ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അയ്യോ, പിന്നെ എന്തായിരിക്കും അവൾക്ക് പറ്റിയത്? അമ്പിളി ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം. സൗകര്യം കിട്ടുമ്പോൾ ദയോട് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ വന്നോളാം. ശരി, നീ പേടിക്കൊന്നും വേണ്ട ശബരി, ഞാൻ നോക്കിക്കോളാം അവളെ. ശബരിയേട്ടാ. എന്നാ ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. എന്താണ് ഇവിടെ ഒരു സ്വകാര്യം പറച്ചില്? എന്നെ കുറിച്ചാണോ? വേറെ ആരെ കുറിച്ച് പറയാനാടി? നിന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുതെന്ന് പറയായിരുന്നു ശബരി. അത് ചേച്ചിയോട് പറഞ്ഞിട്ടെന്താ? ഞാൻ ശബരിയേട്ടനോട് പറഞ്ഞതാ ഒരു സെർവന്റിനെ വെക്കുന്ന കാര്യം അച്ഛനോട് സംസാരിക്കാൻ. അത് സംസാരിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതിരുന്നാ പോരെ. ശബരി, വിളിക്കുന്നു. എന്നാ ചെല്ല്, അച്ഛൻ വെയിറ്റ് ചെയ്യാം. പോയിട്ട് വരാം ചേച്ചി. ഞാനും അങ്ങോട്ട് വരാം, അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ശബരി, നിനക്കെന്താ ഇവിടുന്ന് പോവാൻ മനസ്സ് വരുന്നില്ല? 2 ദിവസം നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലോ. അല്ല, ചീരുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് വരാൻ പോവല്ലേ? അതിന്റെ തലേദിവസം തന്നെ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. മോന്റെ നൂലുകെട്ട് ഗംഭീരായി നടത്തുന്നുണ്ടോ അച്ഛാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, സമയമാവട്ടെ, നമുക്ക് ആലോചിക്കാം. വിനയൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ആഘോഷമായിട്ട് നടത്തണമെന്നൊക്കെ. അതൊന്നും കേട്ട് അച്ഛനെ എടുത്തു ചാടാൻ നിൽക്കണ്ട. ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാരും അങ്ങ് പോകും. കഷ്ടപ്പെടാൻ നമ്മൾ മാത്രമേ കാണൂ. ശരി, ഞാനൊന്ന് പോയിട്ട് വരാം. അമ്പിളി, എന്റെ കുറവറിയിക്കാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് രഘുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 ആളും കൂടി വേണം ഇനി എല്ലാം ചെയ്യാൻ. പിന്നെ നമ്മുടെ ദയുണ്ടല്ലോ. അപ്പോ അച്ഛൻ അവിടെ അങ്ങ് കൂടാൻ പോവാണോ? ഇന്നിങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ? ഇന്ന് എങ്ങനെയാ അമ്പിളി ഇങ്ങോട്ട് വരുന്നത്? അവിടെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ പോകുന്നത്. ശരി ശരി, ഇനി നേരെ നാളെ ഇങ്ങ് തിരിച്ചു വരാൻ നോക്കച്ച. അച്ഛന്റെ സ്ഥാനത്ത് ഇവിടെ അച്ഛൻ തന്നെ വേണം. എനിക്കത്രേ പറയാനുള്ളൂ. നമുക്ക് പോയാലോ? രഘു, നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെന്നെ വിളിച്ച് പറയുകയും ചെയ്യണം. ശരി അമ്മ. ശരി ശബരി, വാപ്പോ. ശരി ദേമോളെ. ശരി അച്ഛാ. പോട്ടതേ, അമ്പിളി ചേച്ചി സഹായിക്കാനാ നീ വന്നത്, അത് മറക്കരുത്. ഒന്ന് പോ ശബരേട്ടാ, എനിക്കറിയാം എന്തൊക്കെയാ ഇവിടെ ചെയ്യേണ്ടതെന്ന്. ശബരേട്ടൻ ചെല്ല്. ശരി കേട്ടോ.
ചേച്ചി രഘുവേട്ടനും തമ്മില് മുട്ട മഴക്കാന്ന് തോന്നല്ലോ. എന്താ കാര്യം? എന്തു കാര്യം? ചുമ്മാ ഒരു സൗന്ദര്യപ്പിണക്കം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഉം. ഞാൻ കണ്ടുപിടിച്ചോളാം. ദേ, ആ ഒന്നിങ്ങോട്ട് വന്നേ. ശ്യാമമുക്ക് ഇപ്പൊ അടുത്ത ആരെങ്കിലും ഉണ്ടായേ പറ്റൂന്നുള്ള അവസ്ഥ. ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയല്ലേ. ബിച്ചോട്ടിന് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ പാത്രങ്ങൾ വേണമെങ്കിൽ ഞാൻ കഴുകിക്കോളാം. നീ കുഞ്ഞിന്റെ അടുത്തേക്കല്ലേ? മോള് കരയുന്ന കേട്ടില്ലേ? അത് കുഴപ്പമില്ല. അവള് കരയുമ്പോഴൊക്കെ ഓടിച്ചെന്നാലേ അതിനെ നേരം കാണും. ഇവിടെ 100 കൂട്ടം ജോലി വേറെയുണ്ട്. ഹാ, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞില്ലേ? ഇവിടെ ചുമ്മാ തരുന്ന ഓരോ ആലോചനയാ. ജയിലിക്കിടന്ന് അനുഭവിച്ചൊക്കെ ഓർക്കുമ്പോ മരിച്ചു കളയാൻ തോന്നും. എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന അതൊന്നും ഓർമ്മ വരത്തില്ല. അതുകൊണ്ടാ. നീ അങ്ങോട്ട് ചെല്ല്, ഇനി ഞാൻ ചെയ്തോളാം. ദാ ഇതെല്ലാം കഴിഞ്ഞു. ആകെ 4 പാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഓ, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തുതരാം. നീ ഇങ്ങ് തന്നാ മതി. ഞാൻ പുറത്തു പോയിരുന്നു കഴിച്ചോളാം. അതെന്തിനാ? ആരെങ്കിലും വന്നു കണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മയെ പുറത്താക്കിന്ന് പറയിപ്പിക്കാനോ? അതല്ല, നീയും പ്രതിഭ ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെന്ന് കരുതിയാ. അമ്മയ്ക്ക് ഭക്ഷണം തരാൻ ഞങ്ങൾ തയ്യാറായെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കാനും ഞങ്ങൾക്ക് പറ്റും. ആ, ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. ഇവിടെ ആരും അമ്മയ്ക്കെതിരെ വെക്കാത്ത നിബന്ധനയൊന്നും അമ്മയായിട്ട് സ്വയം കെട്ടിവെക്കാൻ നിൽക്കണ്ട. ഇവിടെ ഇരുന്ന് കഴിക്ക്. ഞാൻ മോളുടെ അടുത്തേക്ക് പോവാം. ഇരുന്ന് കഴിക്ക്. അമ്മയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പ്രതിഭയും കഴിച്ചോളൂ. ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതാ സോനെ ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തു കൊണ്ടുപോയി കഴിച്ചോളാം. ഹാ